കേരള രാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് പിണറായി സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് ഹൗസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് UDF അനുകൂല പാനലായ സഹകരണ ജനാധിപത്യ മുന്നണി ചരിത്രപരമായ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. AKG സെന്ററിൽ നിന്ന് നേരിട്ട് ചരടുവലികൾ നടത്തിയിട്ടും പണവും സ്വാധീനവും ഉപയോഗിച്ചിട്ടും ജീവനക്കാർക്കിടയിൽ CPM-നേറ്റത് കനത്ത പ്രഹരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് നടന്ന 11 സീറ്റുകളിലും കോൺഗ്രസ് അനുകൂല പാനൽ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചു കയറിയത്. കഴിഞ്ഞ തവണ കേവലം 49 വോട്ടുകൾക്ക് മാത്രം വിജയിച്ച സ്ഥാനത്ത് ഇത്തവണ 2000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF പാനൽ എല്ലാ സീറ്റുകളും തൂത്തുവാരിയത് എന്നത് ശ്രദ്ധേയമാണ്. ജനകാര്യ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി സജിത്ത് CCക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത്. ഭരണസ്ഥിരാകേന്ദ്രത്തിലെ ജീവനക്കാർക്കിടയിൽ ഇത്ര വലിയൊരു വികാരം സർക്കാരിനെതിരെ രൂപപ്പെട്ടത് രാഷ്ട്രീയ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഇത്ര കടുപ്പമേറിയ ഒരു തീരുമാനം എടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ജീവനക്കാരെ ദ്രോഹിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത്. DA കുടിശ്ശിക നൽകാത്തതും ശമ്പള പരിഷ്കരണം വൈകിപ്പിക്കുന്നതും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന വാഗ്ദാനം ലംഘിച്ചതും ജീവനക്കാരെ സർക്കാരിനെതിരെ തിരിച്ചു. സ്വന്തം വകുപ്പിലെ ജീവനക്കാർക്ക് പോലും നീതി നൽകാൻ കഴിയാത്ത ഒരു സർക്കാരിനുള്ള വോട്ട് ഷോക്കാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. CPM അനുകൂല സംഘടനകളിലെ അംഗങ്ങൾ പോലും ഇത്തവണ ഭരണപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തു എന്നത് പിണറായി യുഗത്തിന് തിരശീല വീഴുന്നു എന്നതിന്റെ സൂചനകളാണ്. 3.5 വർഷത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകാലത്ത് CPM അനുകൂലികൾ വഴിവിട്ട് അംഗത്വം നടത്തിയ ബൂത്തുകളിൽ പോലും കോൺഗ്രസ് പാനൽ ലീഡ് നേടിയത് ഇടതുപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ തളർത്തിക്കഴിഞ്ഞു. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കഴിഞ്ഞ 4 വർഷമായി ജീവനക്കാരുടെ അവകാശങ്ങൾക്കായി നടത്തിയ പോരാട്ടങ്ങൾക്കുള്ള വലിയൊരു അംഗീകാരം കൂടിയാണ് ഈ വിജയം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതുയുഗയാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചതിന് തൊട്ടു പിന്നാലെ എത്തിയ ഈ വിജയ വാർത്ത UDF ക്യാമ്പുകളിൽ ഇരട്ടി ആവേശമാണ് പടർത്തുന്നത്. യാത്രയുടെ തിരക്കുകൾക്കിടയിലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ VD സതീശൻ നൽകിയ നിർദ്ദേശവും കൃത്യമായ തന്ത്രങ്ങളും ഈ വിജയത്തിൽ നിർണായകമായി. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ മാത്രമല്ല സർക്കാർ ജീവനക്കാരും തങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് ഈ ഫലം തിരിച്ചറിയുന്നു. സെക്രട്ടേറിയറ്റിലെ ഈ മാറ്റം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലകയാണ്. ഭരണത്തിന്റെ തണലിൽ എന്തുമാവാം എന്ന് കരുതിയവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ ജനവിധി. സെക്രട്ടേറിയറ്റിലെ ഇടനാഴികളിൽ ഇനി മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. അഹങ്കാരത്തിനും ധൂർത്തിനുമെതിരെയുള്ള ജീവനക്കാരുടെ ഈ പടയോട്ടം കേരളം മുഴുവൻ പടരും എന്ന കാര്യത്തിൽ സംശയമില്ല.